ഒരു വീട്ടിൽ നിന്ന് എംഎൽഎയും എംപിയും ഉണ്ടാവുന്നത് അത്യപൂർവമാണ്. അതെ, പാലക്കാട് അത് സംഭവിച്ചു കഴിഞ്ഞു. ലോക്സഭാംഗമായ വി കെ ശ്രീകണ്ഠന്റെ ഭാര്യയും KPCC ജനറൽ സെക്രട്ടറിയുമായ KA തുളസി ഇനി നിയമസഭാംഗമാണ്. കൊങ്ങാട്ടുകാർ വലിയ സ്നേഹവും പിന്തുണയും നൽകിയെന്നും 10 മടങ്ങായി അത് തിരിച്ചു നൽകുമെന്നും KA തുളസി 24 പറഞ്ഞു. നാളെ MP-യും കോങ്ങാടിൻ്റെ നിയുക്തി MLA-യും പുതിയ വാടക വീട്ടിലേക്ക് മാറുകയാണ്. ഒരു വീട്ടിൽ നിന്ന് തന്നെ ഒരു MP-യും MLA ഉണ്ടാകുന്ന ഒരു അത്യപൂർവ നിമിഷം കൂടിയാണ് ഈ സമയത്തുള്ളത്. കോങ്ങാടിൻ്റെ നിയുക്തി MLA-യിലേക്ക് ആദ്യം പോയി വരാം. കോങ്ങാട് മണ്ഡല രൂപീകരണ ശേഷം ആദ്യമാണ് UDF-ൻ്റെ വിജയം. അതൊരു മിന്നും വിജയം തന്നെ മാറിയിരിക്കുന്നു. എന്താണ് പറയാൻ? വളരെ സന്തോഷം. കോങ്ങാടിലെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരോടും ഹൃദയം തുറന്നുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു നന്ദി തിരിച്ച് കോങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ കോങ്ങാടിലെ മുഴുവൻ ആളുകൾക്ക് നൽകുകയാണ്. ഭർത്താവ് കൂടിയാണ് MP. അപ്പോൾ MP-യുടെ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അഗ്രഗണ്യൻ കൂടിയാണ്. കാരണം പാലക്കാട് 2 തവണ MP ആയി വിജയിച്ചു. അപ്പോൾ മണ്ഡലത്തിൽ അത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ എങ്ങനെയായിരുന്നു? പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം യഥേഷ്ടം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത് കോങ്ങാട് നിയോജക മണ്ഡലത്തിലും എനിക്ക് വളരെയധികം ലഭിച്ചിട്ടുണ്ട്. പിന്നെ MP-യുടെ ഭാര്യ എന്നുള്ള നിലയിലും എനിക്ക് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിന് പൊതുജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടുന്ന രീതിയുമൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പൊതുജനങ്ങൾ എന്നോട് വോട്ടർമാർ എന്നോട് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ പ്രവർത്തിക്കണം എന്നുള്ള ഉപദേശം കൂടി പലയിടത്ത് ചെന്നപ്പോഴും ആളുകൾ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. നാളെ പുതിയ വാടക വീട്ടിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഒരു MLA-യും കൂടി ഇനിയൊരു വരികയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു സന്തോഷം? എങ്ങനെയാണ്? നിങ്ങളെ ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക. അതായത് ഒരു വാടക വീട് നിന്നും മറ്റൊരു വാടക വീട്ടിലേക്കാണ് മാറുന്നത്. ഞങ്ങൾ കുറേ വർഷമായിട്ട് പാലക്കാട് താമസം. ഷൊർണൂർ സ്വന്തമായിട്ട് വീടുണ്ട്. പക്ഷേ തുളസിക്ക് NSS കോളേജിലാണ് ജോലി എന്നുള്ളതുകൊണ്ടും വരാനും പോകാനും MP എന്നുള്ള നിലയിൽ എനിക്ക് എല്ലായിടത്തും പോകാനും വരാനും പാലക്കാട് സൗകര്യം എന്നുള്ളതുകൊണ്ടാണ് പാലക്കാട് താമസാക്കിയത്. അതുകൊണ്ട് പാലക്കാട് നിന്ന് മാറാൻ താല്പര്യമില്ല. വാടക വീട് മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് അതൊരു അനുഗ്രഹമാണ്. കാരണം കേരളത്തിൽ ഇതുപോലെ ഒരു ഭാഗ്യം, ഒരവസരം പാർട്ടി ഇതിനു മുമ്പ് ആർക്കും നൽകിയിട്ടില്ല, കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടിയ അവസരം പാർട്ടി ഇതെല്ലാം നോക്കിയും കണ്ടുമാണ് ചെയ്യുന്നത്. യോഗ്യതയുണ്ടോ കഴിവുണ്ടോ എന്നൊക്കെ നോക്കിയാണ് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ എന്നോട് പാർട്ടി ആവശ്യപ്പെട്ട ഒറ്റ കാര്യം ജയിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ 27,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തോറ്റൊരു മണ്ഡലം ശക്തമായി പ്രവർത്തിച്ച് തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാർട്ടി നേതൃത്വത്തിനും മുന്നണി നേതൃത്വത്തിനും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യം. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിയുക്ത MLA-ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.